അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ മധ്യാഹ്നത്തോടെടുക്കുന്ന സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഈ പകൽ വിശേഷ കൃപ നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല പകലിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദരണീയ കർത്തദാസൻ KS ജോൺ പാസ്റ്റർ പാർക്കുന്ന ഈ ഭവനത്തിൽ ഇന്ന് നമുക്ക് ഒന്നിച്ചു കൂടുവാൻ അവസരം ദൈവം ഒരുക്കി. ഇതിന് മുമ്പ് ഒരു മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിറ്റത്തായിരുന്നു യോഗം, പന്തലേട്ട്. അദ്ദേഹം ഓർപ്പിച്ചത് കൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും ആവർത്തിക്കുന്നില്ല. ഏറെ വർഷത്തെ ആത്മീക ബന്ധം, അത് വളരെ ദൃഢമായ ബന്ധമാണ്. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വിശേഷിച്ച് ചെങ്ങന്നൂർ സെൻറ്ററിലെ അനേക സഭകളിൽ ശുശ്രൂഷയിലിരുന്നു. അവിടെ എല്ലാം കടന്നു ചെന്ന് പാർത്ത് ശുശ്രൂഷിപ്പാൻ ദൈവം സാവകാശം തന്നിട്ടുണ്ട്. ആ നല്ല അനുഭവങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസി റോസമ്മാമയ്ക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ. ഈ പകല് ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ ദൈവം കരുണ ചെയ്തു. ഈ പ്രാർത്ഥനയെപ്പറ്റി ഓർപ്പിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു നേരത്തെ വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും വേണ്ടപ്പെട്ടവർ വല്ലതും കടന്നു പോയാൽ അവിടെ നിന്ന് പോയേച്ചേ വരുവുള്ളൂ. മിക്ക ദിവസങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നും അതുപോലെ തന്നെ രാവിലെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ജോബിനുമായിട്ട് എഴുമറ്റൂര് ഒരു വാത്സല്യ സഹോദരി ദൈവസന്നിധി ചേർക്കപ്പെട്ട ഭവനമൊക്കെ ആയിട്ടുള്ള ആത്മീക ബന്ധമുണ്ട്. അവിടെ പോയി ഡെഡ് ബോഡി കണ്ട് 2 വാക്ക് പറഞ്ഞു. അതിനുശേഷമായിട്ട് തുരുത്തിക്കാട്ട് ഒരു വാത്സല്യ മാതാവ് അമ്മണിമാമ കടന്നുപോയി. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ആത്മീക ബന്ധമുണ്ട്. അപ്പം വൈകി പോയത് കൊണ്ട് വഴിക്ക് വെച്ച് ഡെഡ് ബോഡി കാണാമെന്ന് ഓർത്ത് ഞാൻ വണ്ടി തടഞ്ഞു നിർത്താൻ നിന്നതാണ്. അപ്പം സാൻ പാസ്റ്റർ പറഞ്ഞു, ഒക്കത്തില്ല, ഹോളിൽ വന്ന് 2 വാക്ക് പറഞ്ഞേച്ചേ വിടുവോളെന്ന് പറഞ്ഞു. പിന്നെ തുരുത്തിക്കാട് ഹാളിൽ പോയി. ഡെഡ് ബോഡി വരാൻ അല്പം വൈകി. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറുടെ മുമ്പ് ഇനി വരേണ്ടതാണ്. അത് കഴിഞ്ഞ് ചെങ്ങന്നൂര് പെനിയലിലെ കൂടുന്നൊരു വാത്സല്യ അമ്മ, ആ അമ്മയുടെ മരുമകന് ആദ്യകാട്ടയത്ത് കോശിച്ചായൻ്റെ അനുജനാണ് ദേവിച്ചാന്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുണ്ട്. അപ്പോൾ അവിടെയും പോയി 2 വാക്ക് പറഞ്ഞേച്ച് ഓടി വരുമായിരുന്നു. ഷിബു പാസ്റ്ററും പ്രിയ ബിജു ബ്രദറും കൂടെ മുളക്കടയിൽ നിന്നു. ഇതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ പോകേണ്ടതുണ്ട്. അപ്പോൾ അല്പം തിരക്കുണ്ട്. എന്നിരുന്നാലും ഈ ദൈവദാസനുമായുള്ള ആത്മീക ബന്ധം വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു ചെറിയ യോഗത്തിന് വരുമോയെന്ന്. ഞാൻ പറഞ്ഞു എനിക്കതാ ഇഷ്ടം. വലിയ യോഗത്തെക്കായാലും വലിയ യോഗമെന്ന് ഉദ്ദേശിക്കുന്ന ആൾ കൂടുന്നത് തെറ്റാന്നൊന്നുമല്ല. ആൾ കൂടിയാലും ആൾ കുറഞ്ഞാലും യോഗം വലുതാണ്. കാരണം വലിയവനായ ദൈവമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്ക് ഒത്തിരി ആൾ വേണമെന്നതില്ല. ശ്രദ്ധിക്കുന്ന 2 എണ്ണം മതി. മെനക്കേട് കേസാന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്. യോഗത്തിന് വന്ന് ഉഴപ്പിയിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, അലക്ഷ്യമായിട്ടിരിക്കുക, മൊബൈലിൽ കളിക്കുക,
വർത്താനം പറയാം, അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഏകാഗ്രതയോടെ 2 പേര് മതി. കാരണം നമ്മുടെ പ്രമാണം അങ്ങനെ, ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. അപ്പോൾ എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. ഈ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ സന്തോഷം എൻ്റെ കാര്യമാണ് ഉപവാസ പ്രാർത്ഥനകളിൽ ശുശ്രൂഷിക്കുന്നതാണ്. ആട്ടെ, ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നെടുങ്കണ്ടത്തിലെ കുടുംബത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റ് കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞ് സമയം കളയുന്നില്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ അറിവ് ശരിയെങ്കിൽ 12:30 1-നാണോ? 12. ഒത്തിരി ഇരുത്തിട്ട് ഈ ഇരിപ്പാന്നെ 12-ന് നിർത്തും. നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കി തരും. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ ലേഖനങ്ങളാണ് കൂടുതൽ നമുക്കറിയാം. അതിൽ കൊരിന്ത്യർക്ക് 2 ലേഖനം പൗലോസ് എഴുതി, 1-2 ലേഖനം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കളുടെ ശുദ്ധീകരണമാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ഞാനും നിങ്ങളും കേൾക്കുന്നവരെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നവരും ക്രമീകരിക്കപ്പെട്ട ഗുണീകരണത്തോടെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. അപ്പോൾ കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി, 1-2 ലേഖനം. നിങ്ങൾക്കറിയാം, 1-ാം ലേഖനത്തിന് 16 അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങളിൽ കൂടി ഓടിച്ചൊന്ന് പോയാൽ 1-ാം അധ്യായത്തിലെ വിഷയം പക്ഷം പിടിക്കുന്നു. 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തില് ഇവരുടെ ഇടയില് ഭിന്നത, പിണക്കമൊക്കെ. 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത്. 6-ാം അധ്യായത്തിലെ അകത്ത് തീർക്കേണ്ട വിഷയം വെളിയിൽ കൊടുത്ത് കേസും കോടതിയും വഴക്കും. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം തിന്നാമോ തിന്നാൻ പാടില്ലയോ തർക്കം. 9-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ച പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം തിന്ന് പട്ടുപോയ ചരിത്രം. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ് പ്രധാനമായിട്ട്. 1 ഫാഷൻ, 2 തിരുമേശകളുടെ ഉപദേശം. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ നിന്നിട്ടില്ല, അതിപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുക. 13-ാം അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വരം ദൈവസ്നേഹം. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ. 15-ാം അധ്യായം ദൈവമക്കളുടെ മരണം, അടക്കം, ഉയർപ്പ്. 16-ാം അധ്യായത്തിൽ വന്ദനം ചെയ്യുകയും അപ്പോൾ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെ ചരിതിച്ചു വെച്ചത് ആലയത്തിൽ കൊണ്ടുവരണം. അതെല്ലാവർക്കും തൃപ്തിയുള്ള കാര്യമല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഓടിച്ച് ഈ അധ്യായങ്ങളിൽ കൂടി പോയാൽ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കൊരിന്ത് സഭ അക്കാലത്തെ ഏറ്റവും നമ്പർ 1 സഭയാണ്. വലിയ പട്ടണം, തിരക്കേറിയ പട്ടണം, വലിയ ബിസിനസ്. ആൾക്കാരെല്ലാം വരികയും പോവുകയും ചെയ്യുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആ പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ചിലപ്പം ഖണ്ഡനം നടത്തുമായിരിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായമാകട്ടോ, ലോകത്തിലെ എല്ലാ രാജ്യക്കാരും ചെന്ന് പാർക്കുന്ന ഒരു രാജ്യം അമേരിക്ക.
എല്ലാ രാജ്യത്തെ ആൾക്കാരുണ്ട്, 99%. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഒരു പട്ടണമാണ് കൊരിന്ത് പട്ടണം. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും അവിടെ പാർക്കാൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ ഒരു സഭ, അതും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ആ സഭയുടെ വിശേഷതകളെ പറ്റി 1:4 പൗലോസ് രേഖപ്പെടുത്തി വായിക്കാം. 1:4. 1:4 അല്ലല്ലോ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം ചെയ്യണം കേട്ടോ. ഈ പറയുമ്പോൾ പിണങ്ങരുത്. TPM കാരൊടിച്ച് ബാക്കി പെന്തിക്കോസുകാർക്ക് വെളിവില്ല. വെളിവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പ്. ബോധവുമില്ല, വെളിവുമില്ല. ഒരു തെളിവ്, ഞാൻ സഹിതം ദൈവദാസന്മാർ പറയും നമുക്ക് സ്തോത്രം ചെയ്യാം ഉടനെ ഹല്ലേലൂയ, അതായത് വെളിവില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവദാസന്മാർ പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം ഉടനെ എല്ലാവരുടെ, അതായത് വെളിവില്ലെന്ന് പറഞ്ഞ്. കൊല്ലം 40 ഇതിനകത്ത് കയറി പമ്മി ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്തോത്രം എന്നത് ആ ലേലിയ എന്നാന്ന്. ഭാഷ അല്പം മോശമായി. എന്നാലും പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇത്രയും കൊല്ലമായെങ്കിലും ആട്ടുംകാട്ടയും കടലയും കണ്ടാൽ തിരിച്ചറിയാൻ മേല. കടലയാതാ, ആട്ടുംകാട്ടതാ. അപ്പോൾ തന്നെ ആട്ടുംകാട്ടം എടുത്ത് കറി വെച്ചാലോ. അപ്പൊ ഇത് മനസ്സിലാക്കണം, തരംതിരിക്കണം. ഇവിടെ പൗലോസ് വളരെ കർക്കശമായി പറയുക, ഇവരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസ് സ്തോത്രം ചെയ്യുക. ഒന്നുകൂടെ വായിച്ചാട്ട് സഹോദരി. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കൃപയുള്ളവരാ. കൃപയില്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. അല്ല, കൃപയില്ലാത്ത ആർക്കും ഇതിനകത്ത് വരാനൊക്കത്തില്ല. ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാ ഈ മാർഗത്തിൽ ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാര് പറയരുത് പക്ഷേ എനിക്ക് ഒരു കൃപ, അങ്ങനൊന്നും പോഷത്തിനെ ഒന്നും വിളിച്ച് പറയരുത്. എനിക്ക് അവരെ പോലുള്ള കൃപ. അവരെ പ്രസംഗിക്കുന്നു, ദൂത് പറയുന്നു, എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. കുഞ്ഞന്നാമ്മയുടെ ഡയറി മുഴുവൻ ഫുള്ളാ. എനിക്ക് ഡയറി പോലും പിണങ്ങാതിരിക്കാൻ പറയാം. ഡയറി ഫുള്ളായ കുഞ്ഞന്നാമ്മയ്ക്ക് വീട്ടുജോലി ചെയ്യാൻ അറിയത്തില്ല. ഇല്ല, ഡയറി ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് തങ്കച്ചനായ ജോലിയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ശുശ്രൂഷയുള്ള ചില സഹോദരിമാരുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ചിലര് ഉണ്ട്, ഒരു പണിയും ചെയ്യുകയല്ല. എന്നാൽ ഞാൻ മാന്യ സഹോദരിമാരോട് പറയാം, പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വലിയ കഴിവില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ പ്രാസവപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലെങ്കിലും, നിങ്ങൾ വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ലെന്ന് മറ്റുള്ളവർ വിധിച്ചാലും, ഞാനൊരു കാര്യം സഹോദരിമാരുടെ പറയാം. വേറെ പുസ്തകത്തിന് വെളിച്ചത്തില്ല, അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ശുശ്രൂഷയാണ്. പക്ഷെ ആ ശുശ്രൂഷ ആർക്കും ഇപ്പം വേണ്ട. അങ്ങനത്തെ ശുശ്രൂഷയൊന്നും അലോഗ്യം ഉണ്ടാക്കാൻ വന്നതല്ല. അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം പാകപ്പെടുത്തുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. കൃപ. ഭർത്താവിനും മക്കൾക്കും വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കും അതിഥികളായിട്ട് വരുന്നവർക്കും നമ്മുടെ സാഹചര്യം അനുസരിച്ച് അടുക്കളയിൽ കാര്യങ്ങളെല്ലാം പെരുമാറി അത് അവർക്ക് കൊണ്ട് കൊടുത്ത് അവരത് ഭക്ഷിച്ച് തൃപ്തിപ്പെടുന്നതും, അങ്ങനെ അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. നോട്ടം വരുമ്പം കണ്ടിട്ട് പക്ഷേ ആ ശുശ്രൂഷയൊന്നും എനിക്ക് എങ്ങനെയാലും ഞാൻ ഈ അടുക്കളയിൽ നിന്നൊന്ന് മോചിതയാകാൻ. ചിലര് അടുക്കള കയറി പ്രാഗി അലച്ചു ഓരോന്നുണ്ടാക്കുന്നത്. അത് ഗുണവും ആകുകയല്ല, വയറ്റിലും പിടിക്കുകയല്ല. പ്രാഗിയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിലര്. ഈ മുടിഞ്ഞ വീട്ടിൽ വന്നേ പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടോ?
നീ ഇരിക്കുന്ന വീട്ടിൽ ഇടുത്തി വീഴും. അല്ല, മാർത്തയെ പറ്റി പറയുന്നത് ശുശ്രൂഷയാൽ വളരെ, അത് ശുശ്രൂഷയാണ്. മാർത്തയുടെ ശുശ്രൂഷയെന്ന് ഉദ്ദേശിച്ചത് പ്രസംഗമൊന്നുമല്ല, ദൂത് പറഞ്ഞതുമല്ല. സ്തോത്രം. തകർത്ത് ഇടിമുഴക്കം പോലെ മറുഭാഷ പറഞ്ഞ് ചാടിയതല്ല, അത് തെറ്റാന്നല്ല. അടുക്കളയിൽ പെരുമാറുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. ആട്ടെ, നിങ്ങൾക്കും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു, പിന്നെ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃപയില്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല, വരാനൊക്കത്തില്ല. രക്ഷിക്കപ്പെട്ടത് തന്നെ വലിയ മഹാകൃപയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം, അങ്ങനെ പൗലോസ് 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും, അയ്യോ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് ഒരു കൃപയാണ്. അതെ, ഞാനെപ്പോഴും പറയും, പ്രായമുള്ള ഒരു അപ്പച്ചൻ യോഗത്തിന് വരുന്ന ഒരു അമ്മച്ചി വരുന്നു, അവരെ കൈക്ക് പിടിച്ചുകൊണ്ടിരുത്തി അവർക്ക് ചൂടുവെള്ളം വേണേ വെള്ളം കൊടുത്ത്, അതൊക്കെ ഒരു വലിയ ശുശ്രൂഷയാണ്. പക്ഷെ ആർക്കും അത് വേണ്ട, ആർക്കും അത്. നമ്മൾ ഈ ശുശ്രൂഷ ഉണ്ടെന്ന് പറയുന്ന പല പുള്ളിക്കാർക്ക് ഈ ശുശ്രൂഷയൊന്നും വേണ്ടതാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളാലാവും ഇത് ചെയ്യുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ദൈവത്തിന് മഹത്വം. മറ്റുള്ളവരെ കരുതുന്നത് അതൊരു വലിയ ശുശ്രൂഷയാണ്. ഇന്ന് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷ തൊട്ട് ഇല്ല, താനും ഇല്ല. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല. വലിയ വലിയ ശുശ്രൂഷ ചെയ്യുന്ന വലിയ വലിയ പ്രഗത്ഭന്മാരും പ്രശസ്തന്മാര്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവർക്ക് മറ്റൊരാൾക്ക് കൈ കൊടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എന്തുവാണ് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. കൈ, ഇന്നാളെ പ്രഗത്ഭനായ ഒരാള്, പേരൊന്നും ഞാൻ പറയുന്നില്ല, കൈ തന്നത് ഈ 3 പേരല്ല. അതും വലിയ ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവനൊക്കെ ഇരിക്കുന്നിടത്ത് ഇനിയും വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലേ ഉള്ളു. നിങ്ങൾ ഇഷ്ടമുണ്ടാ ചോദിച്ചാൽ മതി. നിങ്ങൾ മിണ്ടുവൊന്നും വേണ്ടെങ്കിൽ നമുക്ക് 1 മണി വരെ ഇങ്ങനെ പോകാതാ നല്ലത്. ചിലര് കൈ കൊടുക്കും, അവർക്ക് തത്തുല്യമായ ആൾക്കാർക്ക് കൈ കൊടുക്കും. അതല്ലെങ്കിൽ അവർക്ക് സ്തോത്രം. ചിലരോട് മിണ്ടത്തില്ലല്ലോ. കാശും പുത്തനും പണോ ഇച്ചിരി പിടിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറും. അപ്പൊ ഇതെന്നാ ശുശ്രൂഷയാണ് അവനവനങ്ങ് ചിന്തിച്ചോണ്ടാ മതി. അതിന് പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട. മറ്റുള്ളവരെ കരുതുവാൻ, ആദരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ അതൊരു വലിയ ശുശ്രൂഷയാണ്. സ്റ്റേജിൽ നിന്ന് തകർത്ത് വാരുന്ന പല ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. മിണ്ടുകയല്ലോ. അവരാ സമയത്ത്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്, സമയത്ത് അങ്ങോട്ട് വരിക, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക, എല്ലാവരും ആത്മാവിലാകുമ്പോൾ അവർ വീട്ടിൽ പോവുക. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പുള്ളിയെ ജോഡി എടുക്കപ്പെട്ടോ, മിണ്ടത്തില്ല. അതെ, ഞാൻ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ഓരോ ശുശ്രൂഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തുവാണെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസ്തരാണെങ്കിൽ അടുത്തതിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. അതെ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ. അപ്പൊ ഇവര് നന്നായിട്ട് സാക്ഷിയൊക്കെ പറയാനവരാ, സാക്ഷ്യമുള്ളവരാ. സാക്ഷി പറഞ്ഞാൽ നന്നായിട്ട് പറയുകയും ചെയ്യും. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ മിക്ക സഭകളിലും അത്രയും ഇല്ല. ഈ ചില വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിച്ച്, അതിഥികളായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അന്നൊരു പ്രത്യേക സാക്ഷ്യമുണ്ട്. അതുവരെ അവർ മിണ്ടുകയല്ല, കൈ പഠിക്കുകയല്ല, പാടുകയില്ല, പ്രാർത്ഥന. ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ അന്നേരം അവരൊന്ന് ചാടി എഴുന്നേറ്റ് സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരങ്ങനല്ല, സാക്ഷി പറയാനവരാ. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് എടുക്കും, നന്നായിട്ട് പറയും.
ചിലരുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോവുക. ചുമ്മാ ഈ എന്തുവാ അതിന് വേദപുസ്തകത്തിലെ ഭാഷ പറയാം, വമ്പ് പറയും. വമ്പ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ചെറിയ പനിയായിരിക്കും, പക്ഷെ ഇവർ പറഞ്ഞു വരുമ്പോൾ അത് ചില പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു പോകുമെന്ന ചുമ്മാതാ. ഒരു മൂക്കടപ്പുണ്ടായി അല്ലെ ഒരു ബിംബിഷ്ടം ഉണ്ടായി, അത് സ്വാഭാവികമൊക്കെയാ. ഉണ്ണി അന്ന് നിന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വമ്പ് പറയാനെന്നാ പറയാൻ. ഒരു 100 പേരുള്ള യോഗത്തിന് പ്രസംഗിച്ചു നമ്മൾ എങ്ങനെ ഉണ്ട്, ഭയങ്കര ജനമായിരുന്നു. വമ്പ് പറയുക, വമ്പ് പറയുന്ന നാവേ സൂക്ഷിച്ചോണം. അപ്പോൾ ഇവര് സാക്ഷ്യമൊക്കെ നന്നായിട്ട് പറയും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അടുത്തത് അവന് നിങ്ങൾ സകലത്തിലും, ഇവരെല്ലാത്തിലും ടോപ്പാ, സകലത്തിലും വിശേഷാൽ സകല ഇവർക്ക് നല്ല വചനത്തിൽ തിട്ടമാണ്, ഭയങ്കര വചന നിശ്ചയമാ. കൊടുക്കർക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം. ഉപദേശമാര് കുറുവാക്യം എടുക്കുമ്പോൾ അറിയാം ഇന്ന് എവിടെയൊക്കെ കൂടെ കയറി ഇറങ്ങും. അതുപോലെ കുറത്തിയാട് പണ്ട് 2-3 സഹോദരിമാരുണ്ടായിരുന്നു. പാസ്റ്റർമാർ വാക്യം വായിക്കുമ്പോഴേ വിരലിങ്ങനെ ഓടുന്ന കാണാം. കാരണം അവർക്കറിയാം ഏതൊക്കെ വാക്യമായി. ഇനി നല്ല സാമർത്ഥ്യമാണ്, മിടുക്കാം. അല്ല അങ്ങനെയുള്ളത് നല്ലതാണ്. വചനത്തിൽ തിട്ടം വേണം. ഇവർക്ക് വചനത്തിൽ നല്ലത്. അവന് നിങ്ങൾ വിശേഷിച്ചാൽ സകല വചനത്തിൽ എന്ന് പറഞ്ഞ എല്ലാ വിഷയവും ഇവർക്ക് അറിയാം. ഏത് വിഷയം എടുത്താലും അതിന്റെ വാക്യങ്ങൾ ഒത്തുവാക്യമല്ല ഇവർക്കറിയാം. അത് നല്ലതാ. അങ്ങനത്തെ വിശ്വാസികളുള്ളത് നല്ലതാ. വിശേഷിച്ചാൽ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും ഇവര് സമ്പന്നരാ, നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാണ്. അവിടെ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. വചനത്തിൽ തിട്ടം, സാക്ഷി പറയുന്നവര്, പരിജ്ഞാനമുള്ളവര്. അടുത്ത വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പൊ സകല കൃപാവരവും കൊരിന്തിലുണ്ട്. അപ്പൊ നമ്പർ 1 സഭയാ. ഒരു വരവും ഇല്ലാഞ്ഞിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സഭ ഏറ്റവും ടോപ്പാന്നാ, ഇല്ലേ? ഉണ്ടെന്നില്ല. ഈ പറഞ്ഞ ഒരു മരങ്ങളും ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട. അപ്പൊ കൊരിന്തിയ സഭ ഏറ്റവും ടോപ്പായ സഭ, നമ്പർ 1. സാക്ഷ്യമുണ്ട്, സാക്ഷി പറയും, പറയാനറിയാം, പരിജ്ഞാനമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, സകല കൃപാവരമുണ്ട്. മുന്തിയ സഭ, നല്ല സഭ, 1-കിട സഭ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭയുടെ ആഴമല്ല ആത്മാവ് ഒന്ന് പരിശോധിച്ചു. 2-ാം അധ്യായത്തിൽ വായിക്കുന്ന ആത്മാവ് ആഴമറിയുന്ന 2-9-10 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. അപ്പൊ ആത്മാവ് സകലത്തെ അറിയുന്ന ആത്മാവ്. സകലമല്ല, സകലത്തെ അറിയാം. നമുക്ക് സകലമൊന്നും അറിയത്തില്ല, കുറച്ചൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ചറിയാം. എനിക്ക് നിങ്ങളെ ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ നമ്മള് ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഞാൻ, അല്ലാതെ നമുക്ക് വലിയ അറിവില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ആരെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷെ ആത്മാവ് സകലവും അറിയും. ദൈവത്തിന്റെ ആത്മാവ് സകലതും അറിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇരിക്കുന്നത് വെടിനേക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനം ഹൃദയ നിരൂപണമോ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യമായ അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. അപ്പൊ ശ്രദ്ധിക്കുക, നാം ഇരിക്കുന്നത് വെടിനേക്കുന്നതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. സകല കാര്യവും ദൈവം അറിയുക. ദൈവത്തിന് മഹത്വം.
നമ്മൾ പറയുന്നതെല്ലാം ദൈവം ശ്രദ്ധ വെച്ച് എല്ലാം കേൾക്കുന്നുണ്ട്. മലാക്കിൽ എങ്ങനെയാണെന്നല്ലോ വായിക്കുന്നത്? യഹോവ ഭക്തന്മാർ തമ്മി തമ്മി സംസാരിച്ചു. യഹോവ ഭക്തന്മാരെന്നാ തമ്മി സംസാരിച്ചേ? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. എന്തുവാ സംസാരിച്ചേ? 3:16 വായിരും. 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. ആ ശ്രദ്ധ വെച്ച് കേട്ടു. എന്തുവാ അമ്മാമേ തമ്മിൽ സംസാരിച്ചേ? അല്ല, ഭക്തന്മാർ എന്തുവാ സംസാരിച്ചേ? എന്തുവാന്ന് 13 മുതൽ വായിച്ചോ. 13 മുതൽ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉണ്ടോ? അപ്പൊ ഇവർ ചോദിച്ചു ഏതിനാൽ ഇവർ ചോദിച്ചു ഞങ്ങൾ എന്തുവാ പറയാനേ? ആ മലാക്കി വിസ്തരിക്കുന്നില്ല, വിഷയം അതല്ല. മലാക്കി പ്രവചനം പഠിച്ചാൽ 8 പ്രാവശ്യം ഇവര് ദൈവത്തോട് ചോദിക്കുക. 8 ചോദ്യം. അതിലൊരു ചോദ്യമായി ഇത്. ഒരു ചോദ്യം ഇത്. ഞങ്ങൾ എന്തുവാ പറയാനേ? സ്തോത്രം. 1-ാം അധ്യായത്തിലുണ്ട്. ഇവര് ചോദിക്കും ഞങ്ങൾ ഏതിനാൽ തുച്ഛീകരിക്കുന്നെന്ന്. 8-ാം വാക്യം വായിച്ചേ. 6-ാം വാക്യം വായിച്ചോ. 6. ആ 1:6 അല്ലേ? 8-ാം വാക്യം വായിച്ചേ. 8. ആ ആ ആ. അപ്പോൾ 6-ാം വാക്യത്തിൽ നിന്ന് താഴോട്ട് പഠിക്കുമ്പോൾ ഇവര് തുച്ഛീകരിക്കുന്നെന്നാ ദൈവം പറഞ്ഞേ. ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഏതിനാൽ തുച്ഛീകരിക്കുന്നു. അപ്പൊ ആ കാര്യമായി 8-ാം വാക്യത്തിൽ വായിക്കും ദൈവത്തിന്റെ ഈ നാമത്തെ തുച്ഛീകരിക്കുക. 8. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ, നിങ്ങളെ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ലേ? അത് ദോഷം. നിങ്ങൾ ഗുണന്തും ദീനവുമായുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അവൻ തുച്ഛീകരിക്കുക. ദൈവനാമത്തെ ഇവര് തുച്ഛീകരിക്കുക, അപമാനിക്കുന്നെന്ന്. കണ്ണു പൊട്ടിയത്, മുടന്നുള്ളത്, ദീനമുള്ളത്, ചൊരങ്ങ് പിടിച്ചതിനെ എല്ലാം കൊണ്ട് എടാ ഒരു സ്തോത്രം പറഞ്ഞാൽ നേരിനും ചൊവ്വനും സ്തോത്രം പറയണം. സ്തോത്രം വൃത്തിയായിട്ട് പറയണ്ടേ? ഹല്ലേലൂയ പറഞ്ഞാൽ ചൊവ്വനെ പറയണ്ടേ? കൈയടിച്ചാൽ വൃത്തിയായിട്ട് കൈയടിക്കണ്ടേ? 2 ശീലി പാട്ട് പാടിയാൽ അത് ക്ലിയറായിട്ട് പാടണ്ടേ? എല്ലാം നന്നായിട്ട് ചെയ്യണം. സ്തോത്രം. ഈ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുമ്പം നന്നായിട്ട് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് 3 ഏക്കറുള്ള അച്ചായനും സഭയ്ക്ക് കൊടുക്കുന്നത് 10 സെന്റാ. എന്നാൽ ഈ മുടിഞ്ഞവൻ ഒരു 25 സെന്റെങ്കിലും കൊടുക്കണ്ടേ? സമാധാനം പറയല്ലേ? എന്നാ അച്ചാൻ പറ. 2-3 ഏക്കർ വസ്തു ഉണ്ടെന്ന് ദൈവത്തിന് കൊടുക്കുന്നത് 10 സെന്റ്. അത് മൊത്തം എഴുതിയും കൊടുത്തിട്ടില്ല. ഒരു പിടി കിടന്നോട്ടെന്ന്. എന്തിനാന്ന് വെച്ചാൽ ഇവൻ ആള് കളിക്കണം. അതിനാ ചാകുന്നത് വരെ ഇത് ദേശാധിപതിക്ക് അർപ്പിച്ച് അവൻ സ്വീകരിക്കുവോ? ദൈവനാമത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ യോജിച്ചാലും ചോദിച്ചാലും കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യണം. നിങ്ങൾ യോജിക്കത്തില്ല എല്ലാവരും. എടാ ഒരു ചായ കൊടുത്താലും നല്ല ചായ നല്ല വൃത്തിയായിട്ട് തന്നു, നന്നായിരിക്കുന്നു. കാരണം രാവിലെ ഇറങ്ങിയതാ, ഒരു വെള്ളം കുടിക്കാൻ നേരം കിട്ടിയില്ല. വളരെ ക്ഷീണിച്ചാ വന്നത്. ആ ക്ഷീണം അങ്ങ് മാറി. അല്ല നിങ്ങളും അങ്ങനെ ചെയ്യുന്നവരാ? അങ്ങനെ ചെയ്യണം.
ഒരു കവർ പാല് മേടിച്ച് 9 കവർ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തെന്ന് പേരും കുടിച്ചവനിട്ട് ഗുണം വന്നില്ലെന്നല്ല, പിന്നെ പലതും വരിക അവന്. വൃത്തിയായിട്ട് കൊടുക്കണമെന്ന് അല്ല, ഞാന് ഇതൊക്കെ പറയാന് എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഉണ്ട്. ദൈവത്തിന് മകത്വം. ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയും ഇയാള് കോടിക്കണക്കിനുണ്ട് അതുകൊണ്ട് അയാള്, ഞാനിപ്പം വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈയിടെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ മുമ്പ് ഒരു തള്ള വന്ന് വർത്താനം എല്ലാം പറഞ്ഞപ്പം ജോഷുവയുടെ കാര്യം ചോദിച്ചു, പഠിക്കുമോന്ന്. ഞാൻ പറഞ്ഞ അത്ര പോരാ, ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നാലും അത്ര ഉടനെ അവര് പറയാം, ഇനി എന്തിനാ പഠിക്കുന്നത്, തന്തയുടെ കോടിക്കണക്കിനുണ്ടല്ലോ എന്ന്. ആ തള്ള പറഞ്ഞു വെച്ച് പോയതാ. എന്തിനാ ഇനി പഠിക്കുന്നേ അപ്പൻ്റെ? പിന്നെ ഞാൻ ഈ വട്ട് തള്ളയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? തന്നെയില്ല, അവർക്ക് ഭക്ഷണം എടുത്ത് വെച്ച് അവർ പിന്നെ പറയുമ്പോൾ കഴിക്കാതെ വെറുതെ എന്തിനാ ആലോക്യം? ഞാനും കണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ ഇതൊന്നും ലൈവിൽ പറയുന്നത് അല്ലെങ്കിൽ അങ്ങ് പറയുക. ഞാൻ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യോഗമൊക്കെ നടക്കുമ്പോൾ ഭക്ഷണം നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്, മറ്റാരെങ്കിലും ഏറ്റില്ലെങ്കിൽ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാനാ പോകുന്നെങ്കിൽ ഉദാഹരണമല്ല, അനുഭവമാണ്. ഈ മീൻ മേടിക്കാൻ ചെല്ലുമ്പം ഞാൻ അവനോട് പറയും നല്ല മുഴുത്ത പീസ് തരണം. ചെയ്തിട്ടാണ് പറയാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം വേറൊരു തന്നെ അവനറിയാമല്ലേ, ഞാൻ പറഞ്ഞിട്ട് മുഴുത്ത പീസ് വേണം. അവൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് കുറഞ്ഞത്